ഹലോ ഫ്രണ്ട്സ്, ഞങ്ങള് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ കുഞ്ഞാപ്പി നിൽക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓള് നിൽക്കാൻ വന്നാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കടലാണ് പോകുന്നുണ്ട്. അല്ലാണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകലുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഇവിടെ ഉള്ളൊരു ഏട്ടൻ ഞങ്ങളോട് ഒരു ദിവസം ചോദിച്ചു, നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ, നിങ്ങളെ ദിവസം ഇവിടെ കാണുന്നുണ്ടല്ലോ, അല്ല ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ ചോദിച്ചു. എന്ത് കാരണം വെച്ചാൽ ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പോൾ, കുറച്ച് ദിവസം മുമ്പൊക്കെ വന്നപ്പോൾ ഈ പുഴ ഉണ്ടായിരുന്നു കടലിൽ. പക്ഷെ ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ പുഴ ഇല്ലേ, ഞങ്ങൾ കടലിൽ നിൽക്കുക പുഴയില്ലായിരുന്നു. പക്ഷെ ഇന്ന് പിന്നെ പുഴയില്ല. പിന്നെ ഇന്ന് നോക്കിയപ്പോൾ കുറേ ദൂരം കടലിൽ നിന്ന് നടന്നു പോകാൻ പറ്റും. ഞങ്ങൾ ദിവസം വരുമ്പോൾ ഇങ്ങനെ ഓരോ മാറ്റം ഉണ്ടാവുക. ഇവിടെ ഒരു ആമ ചത്ത കിടക്കണ്ടേ, ഇന്ന് പുഴ കുറച്ച് ദൂരം മാറും. ഇന്ന് കടലിലേക്ക് ആകുമ്പോൾ കുറേ ദൂരം ഇങ്ങനെ നടന്ന് പോകാൻ പറ്റും. കടൽ അവിടെയൊക്കെയാണ്, കുറേ ദൂരത്തേക്ക് ഇങ്ങനെ നടന്നു പോകാൻ. അത് എപ്പോഴും ഉണ്ടാവില്ല, ചില സമയത്താണ് ഇങ്ങനെ നടന്നു പോകാൻ പറ്റുക. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഓരോ ദിവസവും കടലിന് പല മാറ്റങ്ങളും ഉണ്ടാവും. ചില സമയത്ത് പുഴ തീരെ ഉണ്ടാവില്ല, ചില സമയത്ത് പുഴ ഉള്ളതുകൊണ്ട് കുറേ മുറിച്ച് കിടക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു എന്തിനും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇരിക്കണ്ട വെള്ളത്തില് അതിനെ പിടിച്ചോ. ഇരുന്നോ ദേവോ വല്ല കുട്ടയില്ല, നീ ഇരുന്നോ. ആണോ ഇരുന്നോ ലാലിത്തെയാ പിടിച്ചോ, അവിടെ പിടിച്ചോ. ഐസ് എന്നിട്ട് വരാം. എന്നിട്ട് കുറച്ചേരം നടന്നിട്ട് ഐസ് ഇടണേ. ഓക്കെ. ഇങ്ങനെ എപ്പോഴും നടക്കാൻ പറ്റലില്ലല്ലോ, അതുകൊണ്ടാണ് ചില സമയത്ത് വരുമ്പോൾ മാത്രമേ ഇങ്ങനെ നടക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ ആരുന്നുണ്ട്. ഞങ്ങളിവിടെ കുന്നുംപുറത്ത്. ഇതൊക്കെ ഒന്ന് തോന്നുന്നുണ്ടായിരുന്നത്. എടുക്കണാ തോന്നായിരുന്നു പെറുക്കാണ്ട്. ഇങ്ങനെ പോകാൻ പറ്റുമോ? ഞങ്ങൾ ഐസ് തരാം. കുട്ടികളൊക്കെ കളിക്കുന്ന ഇതേപോലെ കളിച്ചോ. ഇത് ഐസ് വന്നിട്ട് കളിക്കുന്ന ഐസ് ഒന്ന് വന്നിട്ട് കളിച്ചോളിട്ടാ. ഇവിടെ ആകുമ്പോൾ സെക്യൂരിറ്റി ഉണ്ട്. നമുക്ക് അതേപോലെ വെള്ളത്തിൽ കളിക്കാൻ പറ്റൂല, അപ്പുറത്ത് കളിക്കുന്ന അത്ര. ആ പുഴയിൽ കളിച്ചാൽ ഇല്ല, ഇപ്പൊ കഴിച്ചൊന്നിട്ട് പോരാ. സിപ്പപ്പ് ഉണ്ടാവും അവിടെ. പച്ചിന് അങ്ങനെ നല്ല രസമുണ്ട് ഇങ്ങനെ തിരിയുന്നല്ലേ. കാറ്റിന് നല്ല ഇങ്ങോട്ട് തിരിയുന്നു. കേരളം നല്ല രസല്ലേ. പിന്നെ കേറും താഴ്ത്തിക്ക് വീഴും അല്ലേ. ദേവാ ചോക്കോബാറന്നെ അതാ.
ഇന്ന് കടപ്പുറത്ത് നിറച്ച് എരുന്താണ്. എല്ലാവരും എരുന്ത് പെറുക്കുന്ന തരത്തിൽ. ഇവിടെ 2 വെള്ളത്തിൽ കിടന്ന് നീന്തി എരുന്ത് പെറുക്കുന്നു. പ്രൊഫഷണൽ എരുന്ത് പെറുക്കുന്ന ആളാണ് അല്ലേ? വെള്ളത്തിൽ മുങ്ങി പൊങ്ങി. ഞാനിപ്പോൾ ഇത്രേ കിട്ടിയിട്ടില്ല. അപ്പം എല്ലാവരും കുറച്ച് കടലിൽ അങ്ങോട്ട് ദൂരത്തേക്ക് പോയി ഇരുന്ന് കിട്ടിയിട്ടുണ്ട്. മൊത്തം ഇഷ്ടംപോലെ ഇരുന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്ര കിട്ടിയിട്ടുള്ളൂ. എല്ലാവർക്കും കവർ നിറച്ചൊക്കെ കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞാക്കൊക്കെ അത് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി കളിക്കാം. മുണ്ടിലാണ് വാരിയിട്ടുണ്ട് വരുന്നത്. രസമുണ്ട്. സൂര്യൻ കടലിലേക്ക് പോകാൻ വരുന്നതാണ്. നല്ല നേരം വൈകിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. 7 മണിയൊക്കെ ആകുമ്പോഴേക്കും. നമ്മൾ കുറച്ച് നേരത്തെ പോകും. 6:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് പോകും. പുഴയില്ലാത്തതുകൊണ്ട് തന്നെ നല്ല സുഖം. എല്ലാവർക്കും അപ്പുറത്തേക്കൊക്കെ മുറിച്ച് കിടക്കാനൊക്കെ പറ്റും. ഇനി കുറച്ച് ഭാഗം നടുഭാഗം ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് കളിക്കാനൊക്കെ നല്ല സുഖം. കടലാണ് ഇടയ്ക്കിടയ്ക്ക് വരും. അതാണ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഓരോ ടൈമിൽ ഓരോ മാറ്റങ്ങളാണ് ഉണ്ടാവുക. പുഴയും കടലും കൂടെ ഒക്കെ. ഇത് താന്നൂര് ഒട്ടുംപുറമല്ല, പൂവൽത്തൂര്. വീട്ടിൽ കുറേ വാരിട്ടതിൻ്റെ ശവം വരിക. എല്ലാവരും ആരും വെറുതെ ഇരിക്കില്ല. എല്ലാവർക്കും എരിവ് കൊടുക്കണമെന്നേ പണി. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ കടലിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ വരുന്ന വൈക്കും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി പൊറാട്ട വാങ്ങി. അപ്പോൾ എരുന്ത് കിട്ടിയിട്ടുണ്ടല്ലോ, അത് വീട്ടിൽ വന്നിട്ട് കാലുണ്ടാക്കിയിട്ട് എരുന്തും പൊറാട്ടയും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് എത്ര എരുന്താണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ വന്ന് വേഗമൊക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കി. തോട്ടുകറിയാണ് ഉണ്ടാക്കി. തോട് വെച്ച് തന്നെയാണ് എരുന്ത് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.